Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ മൊഡ്യൂൾ വൈസ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഓരോ മൊഡ്യൂളും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ മൊഡ്യൂളിലെയും ഏത് ഏരിയയിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും, അത് നമ്മൾ മൊഡ്യൂൾ വൈസ് അനാലിസിസിൽ കാണാണ്. എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏതൊരു അപ്രോച്ചാണ്, ഏതൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ടോട്ടൽ 10 ചോദ്യങ്ങൾ മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട്, ഇതൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ വൈസ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ തിയറി പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് കമ്പനി ലോ. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മൾ കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, ഇതൊക്കെ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഈ ഒരു പോസ്റ്റിന്റെ കോച്ചിങ് ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് മൊഡ്യൂൾ നമ്പർ 6. ഞാൻ നേരത്തെ പറഞ്ഞു, ലോ പേപ്പർ പലപ്പോഴും കുട്ടികൾക്ക് ഒരു ടഫായിട്ട് വരാറുണ്ട്. ബട്ട് ഇത് കമ്പനി ലോയാണ്. ബിസിനസ് ലോനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആണ്. നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒക്കെ പഠിച്ച് അതിലുള്ള പല കൺസെപ്റ്റുകൾ ഇതിൽ വീണ്ടും വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്നാലും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. ഇതിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഏരിയ ഏതൊക്കെയാണ്? 10 ചോദ്യങ്ങൾ ഇതിൽ ഏരിയ നോക്കുകയാണെങ്കിൽ കുറച്ച് അധികം ഉണ്ട്. എന്നാലും റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് കുറച്ചുണ്ട്. അത് പിക്ക് ചെയ്ത് മിനിമം നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ ആദ്യം കാണാം. കമ്പനി മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അവരുടെ ഫങ്ഷൻസ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ്, ദെൻ ബോർഡ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് മീറ്റിംഗ്സ്, ദെൻ ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസി, ആനുവൽ റിട്ടേൺ, വൈൻഡിങ് അപ്പ്, then voluntary winding up by national company law tribunal, winding up by liquidators, procedure for liquidation. ഇത്രയാണ് വരുന്നത്. എന്നാലും ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, മിക്ക പേപ്പറിലും ഈ കമ്പനിയിൽ ഇപ്പോൾ മിനിമം എത്ര മെമ്പേഴ്സ് ഓരോന്നിലും വേണമെന്നുള്ള അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട് ബേസിക്സിൽ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെയിനായിട്ട്, അല്ലെങ്കിൽ ഈ കമ്പനി മാനേജ്മെന്റ്, ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നതാണ്. ഒരു ചോദ്യം എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഒറ്റ ക്വസ്റ്റ്യൻ, എത്ര പേര് ഇപ്പോൾ കമ്പനിയിൽ, ലിമിറ്റഡ് കമ്പനിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഉണ്ടായിരിക്കും, അങ്ങനത്തെ ചോദ്യം വരണം. പിന്നെ ഡയറക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് 2 or 3 ചോദ്യങ്ങൾ വരെ വരാറുണ്ട്. 2 to 3 ക്വസ്റ്റ്യൻസ്. അത് അവരുടെ അപ്പോയിൻമെന്റിനെ പറ്റിയിട്ട്, പിന്നെ വിമൻ ഡയറക്ടേഴ്സ്, പലതരത്തിലുള്ള ഡയറക്ടേഴ്സിൻ്റെ അതിനെ പറ്റിയിട്ട്, ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ട്, അങ്ങനെ ടോട്ടൽ ഇപ്പോൾ ഇവിടെ അപ്പോയിൻമെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളവരെ ഞാൻ പറഞ്ഞു. ഈ പറയുന്ന ബാക്കിയുള്ള ഏരിയയിൽ നിന്ന് എന്താണ് 2 ചോദ്യങ്ങൾ വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡയറക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ട് 2 to 3 ഞാൻ പറഞ്ഞു, 2 + 1 3 ചോദ്യങ്ങളും കമ്പനിയുടെ ബേസിക്സിൽ നിന്ന് ഒരു ചോദ്യം ഇങ്ങനെ കണ്ടുവരാറുണ്ട്. നിർബന്ധമായും ഈ ഏരിയാസ് ഇങ്ങനെ കവർ ചെയ്യണം. പിന്നെ ഓഡിറ്റ് കമ്മിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം മസ്റ്റായിട്ട് കാണാറുണ്ട്, നിർബന്ധമായും നോക്കണം. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് ഒരെണ്ണം ഇടാറുള്ളതാണ്. പിന്നെ ബോർഡ് മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ്, അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാറുണ്ട്. വൈൻഡിങ് അപ്പ് കമ്പൽസറി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വൈൻഡിങ് അപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വരാറുള്ളതാണ്. അപ്പോൾ 1 2 ഇപ്പോൾ എന്താണ് 4 5 6 7. പിന്നെ ലിക്വിഡേറ്റേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണം ആണ് പിന്നെ വരാറ്. പിന്നെ ഈ പറയുന്ന വൈൻഡിങ് അപ്പ് ബൈ നാഷണൽ കമ്പനി ട്രൈബ്യൂണലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാറുള്ളതാണ്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് നമ്മൾ റിപ്പീറ്റായിട്ട് വരാറുള്ള
ചോദ്യങ്ങൾ. പിന്നെ ഈ കമ്പനിയുടെ ബേസിക്സിൽ നിന്ന് ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 10 ചോദ്യങ്ങളുടെ അലോക്കേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ലിക്വിഡേഷൻ ഒരെണ്ണം, ട്രൈബ്യൂണലിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം വരാറുണ്ട് 2, പിന്നെ നമുക്ക് ഈ പറയുന്ന കമ്മിറ്റി, അതിനായിട്ട് മുമ്പ് എന്താണ് പറഞ്ഞത്, ബോർഡ് മീറ്റിംഗ്, ഓഡിറ്റ് കമ്മിറ്റി ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഡയറക്ടേഴ്സാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ബേസിക്സ് കമ്പനീനെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു 2 ചോദ്യം. അപ്പം ഇങ്ങനെ ടോട്ടൽ 10 മാർക്സിൻ്റെ അലോക്കേഷൻ നമ്മൾ കണ്ടുവരുന്ന ഇതാണ്. അപ്പോൾ ലോ പേപ്പർ ആണെങ്കിലും ഇതിൽ ബേസിക്സ് നന്നായിട്ട് കവർ ചെയ്യുക. പിന്നെ സിമ്പിൾ ഏരിയാസാണ് ശരിക്കും ഇതിൽ പിക്ക് ചെയ്ത് പഠിക്കേണ്ടത്. അതിൻ്റെ കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമ്പനിയുടെ ബേസിക്സ് ഞാൻ ആദ്യം പറഞ്ഞു. അതിൽ നമ്പേഴ്സ്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ ഡയറക്ടേഴ്സിനെ പറ്റിയിട്ടുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ വൈൻഡിങ് അപ്പിൻ്റെ ഏരിയ നന്നായിട്ട് നോക്കണം. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ മീറ്റിങ്സ്, കമ്മിറ്റീസ്, അതിൽ അങ്ങനത്തെ ഈ 3-4 ഏരിയയിൽ നിന്നാണ്. ഇപ്പോൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 7നേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും, ലിക്വിഡേഷനെ പറ്റിയിട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുക പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇത് അവസാനിപ്പിക്കാൻ ഫോളോ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ബേസിക്സും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ നോക്കുക. ഓക്കെ, അതാണ് ഇതിൽ മേജർ ഏരിയ വരുന്നത്. അതിനുശേഷം ഞാൻ പറയും വൈൻഡിങ് അപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതൊക്കെ നോക്കുന്നതായിരിക്കും പിന്നെ ഏറ്റവും ബെറ്റർ. ലിക്വിഡേഷൻ, അതിനുശേഷം ഈ ബാലൻസ് ഉള്ള ഈ ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് മീറ്റിംഗ്, അങ്ങനെയുള്ള ഏരിയാസിലോട്ട് പോകുന്നതാണ് നല്ലത്. ഓക്കെ, കാരണം എന്താണ് കറക്റ്റ് ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സമയം അവിടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബേസിക്സും ഡയറക്ടേഴ്സും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഏരിയ പിക്ക് ചെയ്ത് പഠിക്കുക. അതിനുശേഷം മിഡിലുള്ള ഏരിയ പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ലോ പേപ്പർ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വലിച്ചു വാരി പഠിക്കരുത്. ബുക്കിലുള്ളത് മൊത്തം അങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്താണോ വേണ്ടത് ഞാൻ പറഞ്ഞു അത് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ബുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച ടെക്സ്റ്റ് ബുക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിലും അതിൽ ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയലൊന്നും നോക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ പബ്ലിക്കേഷൻസ് എടുക്കുമ്പോൾ നല്ല പബ്ലിക്കേഷൻസ്, ഇപ്പോൾ കല്യാണി പബ്ലിക്കേഷനൊക്കെ കുറച്ചുകൂടി നല്ലതാണ്, നല്ല പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിൻ്റെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.